ഒരു കാലഘട്ടത്തിന് നിയമം നൽകിയ കനത്ത പ്രഹരമാണ് ഏറ്റവും വലിയ സമുദായ സംഘടനയായ SNDP യോഗത്തിന്റെ അമരത്തു നിന്ന് വെള്ളാപ്പള്ളി നടേശനെയും ഭരണസമിതിയെയും പുറത്താക്കിയ ഹൈക്കോടതി വിധി. ഒരു വ്യക്തിയുടെ പതനം മാത്രമല്ല, മറിച്ച് ദശകങ്ങൾ നീണ്ട ഒരു അധികാര കേന്ദ്രീകരണത്തിന്റെ അന്ത്യം കൂടിയാണ്. 2013 മുതൽ തുടർച്ചയായ 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ ഭരണസമിതി ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നാണ് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് കണ്ടെത്തിയത്. കമ്പനി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഇത്തരം വീഴ്ചകൾ അയോഗ്യതയ്ക്ക് കാരണമാകുന്നു. വെള്ളാപ്പള്ളി നടേശൻ, പ്രസിഡന്റ് MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരടക്കം മുഴുവൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും കോടതി അയോഗ്യരാക്കി. MK സാനു നയിച്ച ധാർമ്മിക പോരാട്ടമാണ് ചരിത്രപരമായ വിധിക്ക് വഴി തുറന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ നിലപാടുകളും വ്യക്തിപരമായ ഇടപെടലുകളും പലപ്പോഴും കേരള സമൂഹത്തിൽ വലിയ ചർച്ചയായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം മൈക്രോ ഫിനാൻസ് തട്ടിപ്പാണ്. പാവപ്പെട്ട സമുദായ അംഗങ്ങളായ സ്ത്രീകളെ മുൻനിർത്തി കുറഞ്ഞ പലിശയ്ക്ക് ബാങ്ക് വായ്പയെടുത്ത് അത് ഉയർന്ന പലിശയ്ക്ക് മറിച്ചു നൽകുകയും കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടത്തുകയും ചെയ്തുവെന്നതാണ് കേസ്. 2003 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ മൈക്രോ ഫിനാൻസ് പദ്ധതി വഴി 15.85 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നുവെന്നാണ് പ്രധാന ആരോപണം. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്ന് 13% പലിശയ്ക്ക് ലഭിച്ച വായ്പ SNDP യൂണിയൻ ശാഖകൾ വഴി 16% വരെ പലിശ ഈടാക്കി ഗുണഭോക്താക്കൾക്ക് നൽകി. ഈ അധിക പലിശ മറ്റു കാര്യങ്ങൾക്കായി വിനിയോഗിച്ചു എന്നതായിരുന്നു ആരോപണം. വായ്പകൾ നൽകുന്നതിനായി ലഭിച്ച തുക കൃത്യമായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചില്ല. പകരം മറ്റ് സാമ്പത്തിക കാര്യങ്ങൾക്കായി ഈ ഫണ്ട് വകമാറ്റി ഉപയോഗിച്ചുവെന്ന വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ഫണ്ടുകൾ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുവെന്ന് കാണിക്കാൻ വ്യാജ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചു. ഇത് പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് നടന്നതെന്ന് ആരോപണവുമുണ്ട്. കേസിൽ വെള്ളാപ്പള്ളി നടേശനെ ഒന്നാം പ്രതിയാക്കിയതിന് പുറമെ മകൻ തുഷാർ വെള്ളാപ്പള്ളി, SN സോമൻ തുടങ്ങിയ പ്രമുഖരെയും പ്രതി ചേർത്തിരുന്നു. കേസിൽ 3ാം പ്രതിയായിരുന്ന KK മഹേശനെ 2020 ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പ്രസ്ഥാനം കുടുംബവാഴ്ചയിലേക്കും അഴിമതിയിലേക്കും വഴുതി വീണപ്പോൾ കോടതി നടത്തിയ ഈ തിരുത്തൽ നടപടി ചരിത്രപരമാണ്. അധികാരവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് എത്ര കാലം പിടിച്ചു നിന്നാലും നീതിക്ക് മുന്നിൽ കണക്കു പറയേണ്ടി വരുമെന്ന് ഈ വിധി ഓർമ്മിപ്പിക്കുന്നു. പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരുമ്പോൾ SNDP യോഗം അതിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്കും മൂല്യബോധത്തിലേക്കും തിരിച്ചു വരുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള പ്രണാമം.